ഇപ്പൊ തൃശ്ശൂരിൽ ട്രെൻഡിങ് ആയിട്ടുള്ള 80 റുപ്പീസിന്റെ ഡിണ്ടിഗൽ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി വന്നതാണ്. അതൊരു കുഞ്ഞു ഷോപ്പായ കാരണം അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിക്കാൻ ഒരു കൊതി വന്നാൽ അത് കഴിക്കാണ്ട് പോവാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വേറെ ഷോപ്പിൽ പോയി. ഇവിടുത്തെ ഒരു ഡീസന്റ് റാവുത്തർ ബിരിയാണി ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു സീൻ എന്താന്ന് വെച്ചാൽ റേറ്റ് ലേശം കൂടിയിട്ടുണ്ട്. ഗ്യാസിന്റെ ഇഷ്യൂ കൊണ്ടാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ റാവുത്തർ ബിരിയാണിയുടെ പ്രൈസ് ഗസ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഗസ് ചെയ്യട്ടോ. നിങ്ങൾ ഇവിടെ വരുമ്പോഴേ എന്തായാലും കഴിച്ചു നോക്കേണ്ട ഒരു സാധനം ഞാൻ പറഞ്ഞു തരാം. അതാണ് ഇവിടുത്തെ ബിരിയാണി റൈസും ആ ചിക്കൻ കൊണ്ടാട്ടവും. ആ ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ ഒരു പീസ് ഇങ്ങനെ എടുത്ത് ആ ബിരിയാണി റൈസും കൂടെ കൂട്ടി കഴിക്കാൻ എന്നാ ടേസ്റ്റ് ആണെന്ന് അറിയോ? എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഈ കോംബോ. ഇവിടുത്തെ ബിരിയാണി റൈസ് ഒക്കെ സെറ്റ് സാധനം കേട്ടോ. നിങ്ങൾ ഒരു തവണ വന്ന് കഴിച്ചാൽ സ്ഥിരം വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ചിക്കൻ കൊണ്ടാട്ടപ്പിന് 130യും ബിരിയാണി റൈസിന് 95ഉമാണ് പ്രൈസ് വരുന്നത്. അപ്പൊ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ റെസ്റ്റോറന്റ് വരുന്നത് നമ്മുടെ അയ്യന്തോൾ ഗ്രൗണ്ട് സ്റ്റോപ്പിലുള്ള കായ്സ് കിച്ചൺ ആണ്. സോ ഡു ട്രൈ ഔട്ട് ആൻഡ് ഷെയർ യുവർ ഫീഡ്ബാക്സ്. ഡിണ്ടിഗൽ ബിരിയാണിയാണ്. ചിക്കൻ കൊണ്ടാട്ടമാണ്. നമ്മുടെ കായ്സ് കിച്ചണുള്ള ചിക്കൻ കൊണ്ടാട്ടം. ചിക്കൻ കൊണ്ടാട്ടം, കുറച്ച് റൈസ്. റാവുത്തർ ബിരിയാണിയാണ്. കുറച്ച് റൈസും കുറച്ച് ചിക്കൻ ഇങ്ങനെ എടുത്തു റൈസും കൂടെ കൂട്ടി. പക്ഷെ അത് നല്ല സ്പോട്ടായിരുന്നു, കണ്ടന്റ് ആയിരുന്നു. കാര്യം ചെയ്യാം. അപ്പം കൈ കൊണ്ട്